ചീത്ത സാധനമാണ്. എനിക്കത് വേണം, ഐസ്ക്രീം എനിക്കത് വേണം. ശരി, ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞത് നിലത്ത് വീണത് തിന്നരുത്. സോറി അച്ഛാ. അതല്ല വലിയ ചാട്ടം തുള്ളലൊന്നല്ലോ. അയ്യോ, എന്റെ കോഴിക്കുഞ്ഞ് ചത്തുപോയ, കണ്ണ് തുറക്കുന്നില്ലല്ലോ. അച്ഛാ, അച്ഛാ, എന്താ മോളെ? എന്റെ കോഴിക്കുഞ്ഞ് ചത്തുപോയി. നീ അതിനെ എന്ത് ചെയ്തു? ഞാൻ അതിനെ കുളിപ്പിച്ചു. എന്താ കുളിപ്പിച്ചാൽ ചത്തുപോകില്ലേ? അച്ഛൻ എനിക്ക് വേറെ കോഴിക്കുഞ്ഞിനെ വാങ്ങി തരുമോ? ഇല്ല. പ്ലീസ് അച്ഛാ. ശരി, ഞാൻ വാങ്ങിച്ചു വരാം. ഇല്ല, കർട്ടനൊന്നും ഇങ്ങനെ മടക്കിയൊക്കെ അങ്ങനെ ആക്കിക്ക, അതാ രസം ഉണ്ടാവും. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇവിടുന്ന് ഇങ്ങനെ ചുരുക്കില് അതിന്റെ ഇടയ്ക്ക് കൂടെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. അല്ല, അത് ഇടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി അയ്യോ, പിന്നെ ഈ കോഴിക്കുഞ്ഞ് ചത്തുപോയോ? കണ്ണ് തുറക്കുന്നേ ഇല്ല. അച്ഛാ, അച്ഛാ, എന്താ മോളെ? എന്റെ കോഴിക്കുഞ്ഞ് കണ്ണു തുറക്കുന്നില്ല. നീ അതിനെ എന്ത് ചെയ്തു? ഞാൻ അതിനെ കുളിപ്പിച്ചു. എന്തിനാ നീ കുളിപ്പിച്ചത്? എന്തിനാ നീ കുളിപ്പിച്ചത്? അതിന്റെ മേത്ത് എല്ലാം അഴുക്ക് പിടിച്ചിട്ടാണ്. കോഴിക്കുഞ്ഞിനെ നീ കുളിപ്പിക്കാൻ പാടുണ്ടോ? അത് വേഗം ചത്തു പോകില്ല. അച്ഛൻ, എനിക്ക് വേറെയും കോഴിക്കുഞ്ഞിനെ വാങ്ങി തരുമോ? ശരി. അച്ഛനിങ്ങനെ തന്നെ പണി. ഈ കോഴിക്കുഞ്ഞിന്റെ മേത്ത് നിറച്ചു അഴുക്ക. ഞാൻ ഇതിനെ കുളിപ്പിക്കട്ടെ. ഇതടി കിട്ടാത്തന്റെ കുഴപ്പമാണ്. ചത്തുപോയ, കണ്ണ് തുറക്കുന്നില്ലല്ലോ. അച്ഛാ, അച്ഛാ, എന്താ മോളെ? എന്റെ കോഴിക്കുഞ്ഞ് പിന്നീടും കണ്ണ് തുറക്കുന്നില്ല. നീ അതിനെ എന്ത് ചെയ്തു? ഞാൻ അതിനെ കുളിപ്പിച്ചു. എനിക്ക് ഇനിയും കോഴിക്കുഞ്ഞിനെ വാങ്ങി തരുമോ? ഇല്ല, നീ അതിനെയും കൊല്ലു. ഇല്ല. അച്ഛാ, അച്ഛാ, എനിക്ക് വാങ്ങി കുറച്ച് അമ്മനെ കുറിച്ച മോളെ. അച്ഛാ, അച്ഛാ, എനിക്ക് കോഴിക്കുഞ്ഞിനെ വാങ്ങി താ പ്ലീസ് അച്ഛാ. ശരി, ഇനി ഞാൻ വാങ്ങി തരുകയില്ല. ഇങ്ങോട്ട് പിടിക്കുക, അതിനും പിടിക്കുക. നല്ല ഭംഗിയുള്ള കോഴിക്കുഞ്ഞ്. പക്ഷെ ഇത് കണ്ണു തുറക്കുന്നില്ലല്ലോ. ഇത് കുളിപ്പിച്ചാ മതി. ഇത് പിന്നീടും കണ്ണു തുറക്കുന്നില്ലല്ലോ. അച്ഛാ, അച്ഛാ, എന്താ മോളെ? ഇത് കണ്ണു തുറക്കുന്നില്ല. നീ അതിനെ എന്ത് ചെയ്തു? ഞാൻ അതിനെ കുളിപ്പിച്ചു. നീ എന്തിനാ കുളിപ്പിച്ചത്? അതിന്റെ മേത്ത് അത് കണ്ണു തുറക്കുന്നില്ല. അതിനെ കൊണ്ടാണ് ഞാൻ കുളിപ്പിച്ചത്. ഞാൻ നിനക്ക് ഒന്നും വാങ്ങി തരില്ല. ഇനി ഒന്നും വാങ്ങി തരില്ല. എടി പാത്തുമ്മ, പാത്തുമ്മ, പെണ്ണ് കാണാൻ വരുന്നു.
അന്റെ പേരെന്താ? അന്റെ ഉപ്പാന്റെ പേരെന്താ? അന്റെ അമ്മേന്റെ പേരെന്താ? അല്ല, ഈ പറഞ്ഞത് പാത്തുമാന്നല്ല തിന്ന സാധനം? അല്ല, ഇത് പാത്തുമ്മയല്ല, ലഡ്ഡു. അങ്ങനെയോ പേരുണ്ട് അതിന്. ഞങ്ങള് പോവാല്ലേ? പാത്തുമ്മ, പാത്തുമ്മ. എന്താ ഉമ്മ? കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ വരുന്നില്ല ഉമ്മ. ഇങ്ങോട്ട് അങ്ങോട്ട് വരാത്ത നിങ്ങളിങ്ങോട്ട് എന്തോന്ന് പറഞ്ഞിട്ട് ഓരത് വരാത്ത എന്താണ് ഇഷ്ടങ്ങൾ ഇങ്ങനെ മോളെ മോളെ എന്താണ് ഉമ്മ എന്താക്ക അവിടെ? ഞാൻ ഇവിടെ കിടക്കഴിഞ്ഞു. അവിടെ കിടന്നു എന്നെ വിളിച്ചില്ല. നിന്റെ പെണ്ണ് കാണാൻ നീ വരില്ല. പെണ്ണ് കാണാൻ എന്താ പറയാ? ലഡ്ഡു മോളെ ഓളെന്നെ പാത്തുമ്മ. അല്ലമ്മ, അത് ഇന്റെ പേരല്ലേ? അന്നോട് ആരടി കിടക്കപ്പായനും കൂടി നീച്ച് വരാൻ പറഞ്ഞത്? എന്റെ മോന്തായം കണ്ട ഒരു പേരിയോ പേരിയോ ഞാൻ പൊടിച്ച് കിടന്നോളേ. അമ്മേതെന്താ സാധനം? കരിങ്കട്ടിയോ? എനിക്കിനെ വേണ്ടേ ഉമ്മ, ഞാൻ അവിടെ കിടന്നോളേ. പാടില്ല. അല്ല, ശേഖുട്ടി ഡാൻസ് കളിക്കട്ടെ. തട്ടയ്ക്ക് കണ്ടില്ല. രസമായിരുന്നില്ലേ? പാട്ടും കൂടി ചെയ്യുമ്പോഴത്തേക്ക് വൈകാതെയാവും. ഇതിലവർക്ക് പാടത്ത് പോയി വന്നതാണ്. നല്ല പാടുന്ന വേറെ ടീമല്ലേ? ഇതല്ല പാട്ട്, ഇതല്ല പാട്ട്. ആണോ? പാടിയതല്ലേ? ജീവനേ ആയിഷ, എന്നോമലേ ശ്വാസമേ ജീവനേ ആയിഷ, മുത്തച്ചെത്തി പോലൊരു കട്ടിനുള്ളിൽ വന്നൊരു കിന്നാരം.
അല്ലേ? മംഗളങ്ങൾ കഴിച്ച് പാടി കഴിച്ചോണ്ട് കഴിച്ചോ മംഗളങ്ങൾ. അതല്ലേ ഇപ്പൊ വേണ്ടേ, മംഗളല്ലേ ഇപ്പൊ വേണ്ടേ? ചേച്ചി ഏട്ടൻ ഇതായിരിക്കുന്ന മംഗളങ്ങൾ പാടി. മംഗളം പാടിക്കൊടുക്ക്. പ്രസന്റേഷൻ വേണ്ടവർക്ക് അപ്പോഴത്തെ കൊണ്ട കൊടുക്കാൻ പലഹാരത്തിന് ടിന്നോ. മംഗളങ്ങൾ ഇവർക്ക് മതി. ബാക്കി ബാക്കി നിങ്ങൾ ആദ്യം മുതൽ കളിക്കി. അല്ല സ്കൂൾ ഇറക്കുമ്പോഴത്തേക്ക് കയ്യ അവിടെ വേണം കേട്ടോ.
കഴിഞ്ഞോ? ഇത് തീർന്നു എത്രയുള്ള അയ്യോ ഞാൻ പറഞ്ഞു എന്താ സാറേ നാളെ വരുമ്പോൾ നീ ABCD പഠിച്ചണം. ഓക്കെ സാർ. ഞാൻ അമ്മയോട് ചോദിക്കും, അച്ഛനോട് ചോദിക്കാം. അച്ഛാ എനിക്ക് ABCD പഠിപ്പിച്ചു തരും. അതിനെന്താ ഞാൻ പഠിപ്പിച്ചു തരാലോ. ഇത് മതി. അമ്മേ എന്താ മോളെ എനിക്ക് ABCD പഠിപ്പിച്ചു തരോ? അതിനെന്താ ഇത് മതി. ചേച്ചി എനിക്ക് ABCD പഠിപ്പിച്ചു തരോ? അതിനെന്താ ABCD. ഇത് മതിയോ? ഇത് മതി. ഏട്ടാ എനിക്ക് ABCD പഠിപ്പിച്ചു തരോ? അതിനെന്താ ABCD. എന്താ സാർ ABCD പഠിച്ചോ? ഓക്കെ സാർ. എന്നാ പറഞ്ഞോളൂ. അടുത്തത് കാട്ട്. ABCD. അടുത്തത് കാട്ട്. ABCD. അടുത്തത് കാട്ട്. ABCD. ഇതാ ABCD. അങ്ങോട്ട് ഇത് വേണ്ടേ. കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ വിടാതെ കണ്ണിലെന്നും നീന്തിയ നീർമൊഴി വിടാതെ കണ്ണിലെന്നും നീന്തിയ നീർമൊഴി എന്റെ വിട്ടിട്ടെന്റെ പോയി മഞ്ചാടിക്കുരുവി ഇരത്തെങ്ങോ നിരത്തൊരു ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. പാടാതെ പാടുന്നൊരു പാട്ടിൽ ചമ
പാടിക്കളി. നീ പാടാതെ പാടുന്ന ചാഞ്ചാടും ചന്തം അമ്മോ അമ്മോ നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചൂടങ്ങൾ ചാഞ്ചാടും ചന്തം മണിയറയിൽ സുന്ദരിയായ മോളുണ്ട് കഥ പറയാൻ കൂട്ടിലായി കാത്തിരിക്കും പെണ്ണാളെ മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായൊരു മോളുണ്ട് കഥ പറയാൻ കൂട്ടിലായി കൂട്ടിരിക്കും പെണ്ണാളെ ഇതോളെ യേശു പഠിപ്പിച്ചു കൊടുത്തത്. അമ്മോ ഭക്ഷണയോ മോളിനി ഭക്ഷണം കഴിക്കും. ഇന്നലെ കഴിക്കാം. സമയം കേട്ടോ. അല്ലേ അമ്മോ അമ്മോ ഇവിടെ എല്ലാവരും കുടിക്കില്ലേ? എല്ലാവരും അശ്വിനോട് ചേച്ചി